CPM പാർട്ടി ജനങ്ങളെ പറഞ്ഞുപറ്റിച്ച് അധികാരത്തിലേറി സാധാരണക്കാരെ കൊലയ്ക്കു കൊടുക്കുന്നു എന്നതിന്റെ അവസാന ഉദാഹരണമാണ് വ്യാപാരിയുടെ ആത്മഹത്യയെന്ന് MP ഡീൻ കുര്യാക്കോസ്. സാബു മുളങ്ങാശ്ശേരിയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യമുയർത്തി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബു മുളങ്ങാശ്ശേരിയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യമുയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവ് തന്നെയാണ്. അതുപോലെ തന്നെ കട്ടപ്പനയിലെ സമുന്നതനായ നേതാവിന്റെ ഗുണ്ടായിസമാണ് വ്യാപാരിയായിരുന്ന സാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന് നേതാക്കൾ ആരോപിച്ചു. PP ദിവ്യയെ പോലെ തന്നെ കട്ടപ്പനയിലെ CPM നേതാവിന്റെ ഗുണ്ടായിസവും ധാർഷ്ട്യവും അണികൾക്ക് മാത്രമല്ല മുഴുവൻ ജനങ്ങൾക്കും ഭീഷണിയാണ്. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും തൊഴിലാളികളുടെ പാർട്ടിയെന്നു പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അധികാരത്തിലിരിക്കുക മാത്രമാണ് CPM ചെയ്യുന്നത്. തുടർന്ന് സാധാരണക്കാരെ കൊലയ്ക്കു കൊടുക്കുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് സാബു എന്നും സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. താൻ സ്വരൂപിച്ച പണം അത് ബാങ്കിൽ നിക്ഷേപിച്ച് തനിക്ക് ആവശ്യമുള്ളപ്പോൾ അത് ചെലവഴിക്കാൻ, കടമല്ല, തനിക്ക് ആവശ്യമുള്ളപ്പോൾ വീട്ടിൽ സ്വന്തം ഭാര്യ മേൽക്കുട്ടിയുടെ ചികിത്സയ്ക്ക് ഓപ്പറേഷൻ നടത്താൻ കരുതി വെച്ചിരുന്ന പൈസ അത് ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചത് തെറ്റായി പോയി എന്ന് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചതിന്റെ പരിണിത ഫലമാണ് ഈ ദുരന്തം. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമ്മൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് EM അഗസ്തി, ജോയ് വെട്ടിക്കുഴി, തോമസ് രാജൻ, MD അർജുനൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, തോമസ് മൈക്കിൾ, മനോജ് മുരളി, ജോസ് മുത്തനാട്ട്, ജോണി ചീരാങ്കുന്നേൽ, ബീന ടോമി, സിബി പാറപ്പായി, ഷാജി വെള്ളമാക്കൽ, ജോസ് ആനക്കല്ലിൽ, അരുൺകുമാർ കാപ്പുകാട്ടിൽ, ഷിബു പുത്തുമ്പൊരിക്കൽ, KD രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.